ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്ന് നമ്മൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കസ്റ്റം മെയ്ഡ് അസിസ്റ്റ് ഹുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു വീഡിയോ ആണ്. അപ്പം എന്തായാലും നമ്മൾ ഇതിലേക്ക് വേണ്ട ഈ ടൂൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അസിസ്റ്റ് ഹുക്ക് കസ്റ്റം മെയ്ഡ്, അതായത് വലിപ്പം കൂടിയ ടൈപ്പും അതുപോലെ തന്നെ വലിപ്പം കുറഞ്ഞ ടൈപ്പും അതുപോലെ ഏത് ടൈപ്പിലുള്ള ജിഗുകൾക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കസ്റ്റം മെയ്ഡ് അസിസ്റ്റ് ഹുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും ടൂൾസുകളാണ് ഈ ഒരു അസിസ്റ്റ് ഹുക്ക് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഒന്നാമതായിട്ട് നമ്മുടെ വൈസ്, ഇത് നമുക്കൊരു ടീപ്പോയിലോ അതുപോലെ തന്നെ നമുക്കൊരു ടേബിളിലൊക്കെ നമുക്ക് ഇങ്ങനെ പിടിപ്പിച്ചിട്ട് നമ്മൾ ഈ സൈഡിലാണ് ഇതിൻ്റെ ഈ ഹുക്കും കാര്യങ്ങളെല്ലാം പിടിപ്പിക്കുന്നത്. ഇത് നമുക്ക് ഒട്ടുമിക്ക ഫിഷിംഗ് ടാക്കിൾ ഷോപ്പിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത് സൂപ്പർ ഗ്ലൂ ആണെങ്കിൽ ഒട്ടുമിക്ക സ്റ്റേഷനറി കടകളിലെല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ലൈറ്റർ, പിന്നെ ഈ കോർ വയർ, ഇതെല്ലാം ഫിഷിംഗ് ടാക്കിൾസിൽ അവൈലബിൾ ആണ്. സിസർ അതും അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ഈ ബോബൻ ഹോൾഡർ, കാരണം എൻ്റെ കയ്യിൽ 2 ഉണ്ട്. പിന്നെ അതിൻ്റെ ത്രെഡ് അതും 2 എൻ്റെ അടുത്തുണ്ട്. വേറുള്ള ഷെയ്ഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടില്ല, കാരണം ഇതും ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഡ് തന്നെയാണ്. അതുപോലെ തന്നെ ഇതുപോലുള്ള ഈ നീഡിൽ, അതുപോലെ തന്നെ സ്ട്രിംഗ് ട്യൂബ്, ഇതും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഫെദർ പിന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒട്ടുമിക്ക ടാക്കിൾ ഷോപ്പുകളിലും അതുപോലെ തന്നെ ഓൺലൈൻ ഷോപ്പുകളിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ സോൾഡ് റിങ്ങുകൾ, സോൾഡ് റിങ്ങും അതുപോലെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ തന്നെ ഈ ഹുക്കുകളെല്ലാം ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് വേരിയൻ്റ് കമ്പനികളും അതുപോലെ തന്നെ വേരിയസ് സ്റ്റൈലിലെല്ലാം അവൈലബിൾ ആണ്. ഇത് ഞാൻ എൻ്റെ അടുത്ത് മേടിച്ച് വെച്ച കുറച്ച് ഹുക്കുകളാണ്. എന്തായാലും ഇനി നമുക്കിത് എങ്ങനെയാണ് ഒരു അസിസ്റ്റ് ഹുക്ക് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ്, ഇതാണ് അസിസ്റ്റ് ഹുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈസാണ്. ഇതൊരു സിമ്പിളാണ്, കാരണം ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. ഇതെല്ലാം കണ്ടോ, ഇത് നമുക്കാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അടിയിലോട്ടും കയറ്റാൻ പറ്റും, നമുക്കത് ഉയർത്തി വയ്ക്കാനും പറ്റും. അതുപോലത്തെ ഇടതിൽ പിന്നെ ഇതിൻ്റെ അടിയിലും അതുപോലെ തന്നെ ഒരു ജാക്ക് പോലെ തന്നെ നമുക്ക് ഈ സൈഡ് ടേബിളിലേക്ക് സൈഡിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരു സിമ്പിളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ആർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ എക്യുപ്മെൻ്റ് ആണത്. ഓക്കെ. പിന്നെ ഇതിൽ തന്നെ ഒരു ഹാൻഡിലുണ്ട്. അപ്പോൾ ഈ ഹാൻഡിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഹോളിൽ നമ്മൾ ഹുക്ക് കയറ്റി വെച്ചിട്ട് നമുക്കിതിനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെങ്ങനെ അടിയിലോട്ട് താത്തി കഴിഞ്ഞാൽ ഹുക്ക് ഇവിടെ മാക്സിമം നമുക്ക് ഹൈറ്റ് ആയിട്ടിരിക്കും. അപ്പം ആർക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഇതൊന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇത് 2 രീതിയിൽ വരുന്നുണ്ട്. ഇതിന് സിംഗിളായിട്ടും വരുന്നുണ്ട്. പിന്നെ ഇത് ഈ ഒരു 2 കൂടെ കൂടിയിട്ടും വരുന്നുണ്ട്. ഇപ്പം എൻ്റെ അടുത്തുള്ളത് 2 കൂടെ കൂടിയിട്ടാണ്. പക്ഷേ ഞാനിപ്പം ഇതുകൊണ്ട് ഊരിയെടുക്കുകയാണ് ഞാൻ. എനിക്കിപ്പോൾ സിംഗിളിൻ്റെ മാത്രമേ എനിക്കിപ്പം ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ സിംഗിൾ മാത്രമാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ സിംഗിളിനെ ഞാനിൻ്റെ അകത്ത് ഞാനിങ്ങനെ കയറ്റി വെച്ചു. എന്നിട്ട് ഞാനിത് മാക്സിമം ഞാനിത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കോർ വയറാണത്. അപ്പോൾ ഇത് എനിക്ക് ഏകദേശം ഒരു 7 സെൻറ്റിയുടെ എനിക്കിതിൽ ആവശ്യം വരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 7 സെൻറ്റി കണക്കാക്കിയിട്ട് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യണം. ഇതുണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു സോളിഡാണ്. ഇതുണ്ടോ, ഇരുമ്പിൻ്റെ വയർ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനത് കളയുക. അതാണ് ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു ഹോളുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 7 സെൻറ്റിയുടെ അടുത്തുണ്ട്. അപ്പം എനിക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു അസിസ്റ്റ് ഹുക്കാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്ത കോർ വയറാണ് വേണ്ട. അപ്പോൾ ഇതിൻ്റെ ഉള്ളിപ്പം ഹോളാണ്. അപ്പം ഇതാണ് അതിൻ്റെ അകത്തുണ്ടായിരുന്ന കമ്പി. അത് ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് 2 മെത്തേഡ് കൂടെയാണ് നമുക്കിതിനിപ്പോൾ എടുക്കാൻ പറ്റുക. ഒന്നെങ്കിൽ നമ്മൾ ഇതുപോലത്തെ ഉള്ള നീഡിലുണ്ടാവും, അഡ്ജസ്റ്റബിൾ ആണത് ഉണ്ടാവും. പിന്നെ രണ്ടാമത് ഇതുപോലത്തെ അസിസ്റ്റ് ഹുക്ക് ഉണ്ടാക്കാനുള്ള ഈ വൈസെറ്റ് മേടിക്കുന്ന സമയത്ത് തന്നെ ഇതുകൂടെ നമുക്കിങ്ങനെ കിട്ടും. പിന്നെ ഇല്ലെങ്കിൽ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം. അപ്പം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സോൾഡ് റിങ്ങിൻ്റെ അകത്തൂടെ നമ്മൾ ഈ കട്ട് ചെയ്ത കോർ വയറിനെ നമ്മളിങ്ങനെ കയറ്റി വിടുകയാണ്. ഇപ്പം നമുക്ക് ഏകദേശം ഏത് സൈസിലാണ് നമുക്ക് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു ഹോളിൻ്റെ അകത്തൂടെ നമ്മൾ ഏകദേശം നമുക്ക് വേണ്ട ഒരു സെൻറ്റർ സൈസിൽ നമ്മളിതിനെ
കൂട്ടി ഇങ്ങനെ പിടിക്കണം. പിടിച്ച് കഴിഞ്ഞിട്ട് ഏകദേശം നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഈ എൻഡ് പാർട്ട് ഇപ്പം വരുന്നത്. അപ്പം ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ അകത്തൂടെ ഇതിൻ്റെ എൻഡ് പാർട്ട് നമ്മളിതിൻ്റെ അകത്തൂടെ നമ്മളിങ്ങനെ കയറ്റി കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തൂടെ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലത്തെ ഇപ്പോൾ നമ്മൾ ഈ പൈസ വാങ്ങുന്ന സമയത്ത് ഇത് ത്രെഡ് ഹോൾഡറും കൂടെ നമുക്ക് ഉണ്ടെങ്കിലാണ് നമുക്കിത് വളരെ ഫാസ്റ്റായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതാണ് നമ്മളിതിൽ ആദ്യം തന്നെ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈഫിൻ്റെ ഹാൻഡിൽ നമ്മൾ ലൂസാക്കി കഴിഞ്ഞാൽ ഇതുപോലെ വരും. പിന്നെ നമുക്ക് ഇതിനോട് ഊരിയെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു ഹുക്ക് ഇതിൻ്റെ ഇത് കുറച്ച് സൈസ് കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ട് ചെയ്ത ഒരു പരിപാടിയാണ്. ഇതുപോലെ നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഇതിൻ്റെ ഇടയ്ക്ക് വെക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതുകൊണ്ട് വൈഫിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിലൊന്ന് ടൈറ്റാക്കണം. ഇത് ടൈറ്റാക്കി കഴിഞ്ഞിട്ട് നമ്മളിതിനെ സിമ്പിളായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിപ്പോൾ നല്ല ടൈറ്റാണ്. ഇനി നമുക്ക് ഇതിന് ഒരു ത്രെഡ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചുമ്പോൾ കാണിച്ച സെയിം ടൂള് തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തേക്കാണ് കയറ്റിയിട്ടു. പിന്നെ നമ്മൾ ഇതിനെ ഇതുപോലെ എടുത്ത് നമുക്ക് ഈ ഒരു ഹോളിൻ്റെ അകത്തൂടെ കയറി തരണം. അപ്പോഴാണ് നമ്മുടെ ലൈൻ നമുക്ക് നല്ല ടൈറ്റായിട്ട് നമുക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്നുമില്ല, ഇതിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി. ഇതിനെ നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ഇതിനെ നമ്മൾ ചുറ്റി വെക്കണം. ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാട്ടോ. പിന്നെ നമ്മളിത് ചുറ്റുന്ന സമയത്ത് നമ്മൾ ഇത് നല്ല ഫില്ലാക്കിയിട്ട് വേണം, അടുപ്പിച്ചിട്ട് വേണം നമ്മളിതിൽ ചുറ്റേണ്ടത് കേട്ടോ. ഫസ്റ്റ് ലെയർ ഒരു ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ്. കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പാർട്ടിനെ ഞാൻ എടുത്ത് കളഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അസിസ്റ്റ് ഹുക്കിൻ്റെ ഈ കോർ വയർ ഞാനിങ്ങനെ വെച്ചു. ഇത് തന്നെ ഇപ്പം നമ്മുടെ ഈ കോർ വയർ ഇതിൻ്റെ അകത്ത് കയറി നമ്മൾ ത്രെഡിങ്ങിൽ തന്നെ നമ്മൾ പല ആളുകളും പല രീതിയിലാണ്. അത് ഓരോ ഗെയിമിനനുസരിച്ച് നമുക്ക് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നാമത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഹുക്കിൻ്റെ അകത്തോടെ നമ്മൾ കയറ്റി ചെയ്യാറുണ്ട്. പിന്നെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഈ ഔട്ട് സൈഡ് ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഞാനിതിൻ്റെ ഔട്ട് സൈഡ് കൂടെയാണ് ഞാനിതിനെ വെച്ച് തരുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പം മതി എനിക്ക്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കോർ വയർ ഞാൻ ഇതിനോട് ഇങ്ങനെ ചേർത്ത് വെച്ചു. പിന്നെ ഇത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കാം. ഇവിടെ നമ്മൾ ഇതിനെ നല്ല ടൈറ്റ് ചെയ്ത് നമ്മൾ ടൈറ്റാക്കി പിടിച്ചിട്ട് വേണം നമ്മളിതിൻ്റെ അത് നല്ലപോലെ ഫില്ലാക്കി പിടിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് മീൻ അടിക്കുമ്പോൾ ഈ സാധനം ഊരിപ്പോവും. അപ്പോൾ ഒരു ലെയർ നമ്മളിങ്ങനെ ഫുള്ള് ചുറ്റി കഴിഞ്ഞിട്ട് അടുത്ത ലെയർ നമുക്ക് 2-3 ലെയർ നമുക്ക് ഇത് നമുക്കങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് 3 തവണ നമുക്കിങ്ങനെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ, ഇപ്പോൾ ഞാൻ കൊടുക്കുന്ന സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ. ഇപ്പോൾ സൂപ്പർ ഗ്ലൂ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ടൈറ്റ് ആവും, അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആവും. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഫെദർ ഉണ്ടല്ലോ, ഫെദർ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷിങ് ചെയ്യുന്ന സമയത്ത് ഫിഷിനെ ഒന്നുകൂടെ അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെദറാണിത്. അപ്പോൾ ഈ ഫെദറോടെ നമുക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫെദർ. അപ്പോൾ ഇത് ഇങ്ങനെ ഈ ചുറ്റുന്ന സമയത്ത് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ സ്ട്രോങ് ആയിട്ട് നല്ല നമ്മുടെ ഈ ബബൺ ഹോൾഡർ ത്രെഡ് നല്ല ടൈറ്റ് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ ഇപ്പം ഇതിനെ സെൻറ്ററിലാണ്. സെൻറ്ററിൽ ഞാനതിനെ ഒന്നുകൂടെ മാറ്റി ഞാൻ രണ്ടുകൂടെ ഒന്നിച്ച് പിടിച്ചു. പിന്നെ ഞാൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നമ്മൾ നല്ല സ്ട്രോങ് ആക്കിയിട്ട് നല്ല ടൈറ്റ് ആക്കണം. അപ്പം എനിക്കിതിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ഈ സൂപ്പർ ഗ്ലൂ. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സൂപ്പർ ഗ്ലൂ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഉണ്ടോ? ഒരു തവണ കൂടി നമുക്ക് ഇതിൽ സൂപ്പർ ഗ്ലൂ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ അടുത്തടുത്ത് വേണം നമുക്ക് ഈ ഒരു ത്രെഡ് നമുക്കിങ്ങനെ ചുറ്റി വെക്കാൻ. ഏകദേശം ഇപ്പം ഞാനൊരു 3 ലെയറിൽ നമ്മളിപ്പം ഇവിടെ ത്രെഡിങ് നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ള പാർട്ടിനെ നമുക്ക് ഈ ഫെദറിനെ നമുക്കൊന്ന് കട്ടാക്കി നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ സൂപ്പർ ഗ്ലൂ ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ നോട്ടിന് ഭയങ്കര
ഇത് നല്ല ഫിനിഷിങ്ങിലായിരിക്കും ഇപ്പോൾ ഇതെല്ലാം വരുന്നത്. അപ്പം ഇത് ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ സെയിം ടൂള് തന്നെ നമ്മൾ ഇതിൻ്റെ അകത്തൂടെ വെച്ചു നമ്മളൊരു 4-5 തവണ നമ്മളിങ്ങനെ വെച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മൾ ടൈറ്റ് ചെയ്യുന്നു. അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ തിരിച്ചിറക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈലാട്ടോ. കാരണം ഓരോരുത്തരും ഓരോ ഡിഫറെൻറ്റ് മോഡലാണ് ചെയ്യാറുള്ളത്. ഞാൻ ഫിഷിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ ചെയ്തുകൊണ്ട് പോകുന്ന അസിസ്റ്റ് ഹുക്കുകളെല്ലാം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഇത് നല്ല ഇപ്പം നല്ല സ്ട്രോങ് ആയി, അതോടൊപ്പം തന്നെ നല്ല ഫിനിഷിംഗ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫിനിഷിങ്ങിലാണ്. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഒരു ഫൈനൽ കോട്ട് സൂപ്പർ ഗ്ലൂ നമ്മളിതിൻ്റെ പുറത്തൂടെ അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസിസ്റ്റ് ഹുക്ക് ഇപ്പോൾ നമുക്കിവിടെ കിട്ടി. ഇതുപോലെ നമുക്ക് ഇതിപ്പോൾ സിംഗിൾ ഹുക്ക് ഉള്ളതാണ്. ഇനി നമുക്കിതിന് 2 ടൈപ്പിൽ രണ്ട് ഹുക്കുള്ള ടൈപ്പിൽ ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ നീക്കിയാൽ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത്. ഇനി ഇതിന് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഹുക്ക് നമുക്ക് നേരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത് നമ്മുടെ ദൈവയുടെ ഒരു ജിഗാണ്. ഇതിൽ നമുക്ക് ഹുക്കില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുമേൽ ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്ന റോഡ് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിനകത്ത് ഹുക്കില്ലാതെ വരുന്ന ഒരു ജിഗാണ്. ഇതുപോലുള്ള സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് ഈ കസ്റ്റമേഡ് ആയിട്ടുള്ള അസിസ്റ്റ് ഹുക്കാണ് നമുക്ക് ഏറ്റവും സൂട്ടബിളായിട്ടുള്ളത്. ആദ്യം നമ്മുടെ സ്പ്ലിറ്റിങ് കയറ്റി രണ്ടാമത് നമ്മൾ ഉണ്ടാക്കിയ അസിസ്റ്റ് ഹുക്ക് നമ്മൾ ഇപ്പം നമ്മൾ സൂപ്പർ ഗ്ലൂ ഒക്കെ തേച്ച് നല്ല അടിപൊളി ഡ്രൈ ആയിട്ടുണ്ട്. നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. അടിപൊളി ഫിനിഷിങ്ങിനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറ്റാച്ച് ചെയ്യുമ്പോൾ സ്പ്ലിറ്റിങ് മാറ്റുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ഇപ്പം നമ്മുടെ പ്ലെയർ സ്ലിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ ഉക്കിലേക്ക് പോയിട്ട് കൈ കയറും. അപ്പം അതുകൊണ്ട് എപ്പോഴും ഉക്കിനെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് പിടിച്ചിട്ട് വേണം അസിസ്റ്റ് ഹുക്ക് എപ്പോഴും നമ്മൾ മാറ്റാൻ. അപ്പോൾ നമ്മുടെ കൈ എപ്പോഴും നമ്മൾ സേഫ് ആണ്. ഈ ഒരു കാര്യം എല്ലാ ആംഗ്ലേഴ്സും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഒരിക്കലും നിങ്ങൾ സ്പ്ലിറ്റിങ് ചെയ്യുന്ന സമയത്ത് ഉക്കിനെ ഇതുപോലെയൊക്കെ ചെയ്ത് കാരണം സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഹുക്ക് കയറും, ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അസിസ്റ്റ് ഹുക്ക് എപ്പോഴും ഇല്ലെങ്കിൽ സ്പ്ലിറ്ററിങ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഹുക്കിനെ ജസ്റ്റ് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ആക്കി പിടിച്ചിട്ട് വേണം നമ്മൾ അസിസ്റ്റ് ഹുക്കുകളെല്ലാം ചേഞ്ച് ചെയ്യണം. ഇല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ അസിസ്റ്റ് ഹുക്ക് വിത്ത് ജിഗ്. ഉണ്ടോ, അടിപൊളി ഒരു ഫിനിഷിങ്ങിലാണ് നമ്മളിവിടെ ചെയ്തത്. ഇതിപ്പം നമുക്ക് റെഡിമെയ്ഡ് മേടിച്ചിട്ട് നമ്മൾ പൈസ വേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇതുപോലുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സുകളും അതുപോലെ നമുക്ക് കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഹുക്കുകൾ നമ്മുടെ സൈസ് കൂട്ടിയും ആയിട്ടുള്ള സൈസിലുള്ള അസിസ്റ്റ് ഹുക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് വളരെ സ്ട്രോങ് ആണ്. നമ്മളുടെ ജസ്റ്റ് അതിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ വളരെ കെയർഫുൾ ആവുക. കാരണം നമ്മുടെ ഹുക്ക് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ജിഗ് വളരെ കെയർഫുള്ളായിട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. നല്ല സ്ട്രോങ് ആണ്. അടുത്ത നേരാണ് ഫിഷിംഗിലേക്ക് നമുക്ക് പോകാം. Okay friends, then we will meet again. Till then, goodbye.